മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ സോറി, ഞാൻ അത് തൊള്ളയുടെ ഇടയിൽ ഇങ്ങനെ വരുന്നോ ലോണ് എന്നുള്ള നാസർഖാൻ അടുത്ത് ആ ലോണ് മാത്രങ്ങൾ ചോദിക്കരുത്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ നാസർഖാൻ അടുത്ത് എത്തിയിട്ടുണ്ട്. നാസർഖാൻ എന്തൊക്കെ വിശേഷം? സുഖമല്ല? ഓഫർ ഉണ്ടോ? ഓഫറേ ഉള്ളൂ. എല്ലാ മാസം ഒരേ സമയമാകുമ്പോത്തിന് മുപ്പര് വിളിക്കും. ഒരു മാസാവസാനത്തിന്റെ ആ ഒരു തുടക്കത്തിലായിരിക്കും വിളിക്കുക. ആ വിളിയില് എന്തെങ്കിലും കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഓഫർ ഉണ്ടാവും. ഈ പ്രാവശ്യം ഇന്ന അഡീഷണൽ വിളിച്ച ഫോർച്യൂണറൊക്കെ അവിടെ കട്ടെ. അപ്പൊ ഒരു ബഡ്ജറ്റ് വണ്ടി നല്ലൊരു ഓഫർ കൊടുക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചു. ആ ഓഫർ ഇവിടെ നമ്മൾ തലക്കലാണ് കൊണ്ടുവച്ചത്. ഏതാ വണ്ടി? 3 വണ്ടി ഉണ്ട്. ബ്രസ വരുന്നുണ്ട്, അൾട്ടീസ് വരുന്നുണ്ട്, ഗ്രാൻഡ് വിത്താര വരുന്നുണ്ട്. 3 വണ്ടി വരുന്നുണ്ട്. ഈ 3 വണ്ടി നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കും. 3 വണ്ടി നമ്മൾ ഓഫർ. ഫസ്റ്റ് തന്നെ നമുക്ക് പ്രീമിയം കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ അൾട്ടീസ് വരുന്നുണ്ട്. അൾട്ടീസ് ഏതാ മോഡൽ വരുന്നത്? അൾട്ടീസ് വരുന്നത് 2015 2015 സോറി ജി. 2015 ജി. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. 1,50,000 ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. എഞ്ചിൻ മെക്കാനിക് പക്ക. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. അൾട്ടീസ് ആണ് വരുന്നത്. കൊറോള അൾട്ടീസ്. ഓക്കെ, നമുക്കൊരു ഓഫറിലാണ് കൊടുക്കാം. എത്ര ഫൈനൽ പ്രൈസ്? അല്ല, മാർക്കറ്റ് വില എത്ര ഉണ്ട് കറക്റ്റ്? ഇതിപ്പോ മാർക്കറ്റ് നമ്പറായ വണ്ടിയാണെങ്കിൽ 7,000 രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. 7,00,000 ചോദിച്ചിട്ടാ കൊടുക്കുക. 7,00,000 എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളി. അന്വേഷണത്തിൽ എന്തെങ്കിലും പാളിച്ച മൂപ്പര് പറഞ്ഞ പാളിച്ചുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്തോളി. ഓക്കെ, ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. റേറ്റ് പറഞ്ഞത് അത് ചെറിയ തട്ടിട്ടതാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഓട്ടമുള്ളതാണ്, ഓണർഷിപ്പ് കൂടുതലാണെങ്കിലും ഒക്കെ റേറ്റിൽ വ്യത്യാസം. ഞാൻ പറഞ്ഞ ഈ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടിന്റെ റേറ്റ് 7,00,000 റുപ്യാണ് ചോദിക്കുന്നത്. ഒരു 7,400 ക്ലോസ് ചെയ്യും നമ്പർ ആയ വാഹനം. ഇത് നമുക്ക് നമ്പർ ആവാൻ ഒരു 90,000 റുപ്യന്റെ റേഞ്ച് ആണ് വരും. ഒരു 1,00,000 റുപ്യ കണ്ടോട്ടെ, തന്നെ ടെൻഷൻ ഉണ്ടാവില്ല. 90,000 റുപ്യ ഞാൻ പറയുന്നത് ഏകദേശം. അപ്പൊ ഈ ഒരു വണ്ടി നമ്പർ ആക്ക NOC നമ്മൾ സെയിൽ ചെയ്യുന്നത്, സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം. ഇത് നമുക്കൊരു 5,500,000 രൂപക്ക് കൊടുക്കാം. 5,50,000 രൂപയ്ക്ക്. അതായത് നമ്പർ നിങ്ങൾ എന്തായാലും ആക്കണത് 90,000 രൂപ കണ്ടോളി. 5,50,000 രൂപയ്ക്ക് അൾട്ടീസ് വിത്ത് NOC നിങ്ങൾ തരാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ഓഫർ നോക്കുകയാണെങ്കിൽ ദാ ബ്രസ വരുന്നുണ്ട്. ബ്രസ ഓട്ടോമാറ്റിക് ഡീസൽ. കസ്റ്റമർക്ക് എന്ത് ചെയ്യാം ഇത് പറയാനുള്ള കാരണം ഞാൻ എന്താ പറയാ, കാരണം 30 വീഡിയോയിൽ പറയുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ കാണിച്ച വണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 7,80,000 രൂപ 7,80,000 രൂപയാണ് കാണിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് 2019 അതാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം. പ്രശ്നം പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു 8 ചോദിച്ചു കൊടുക്കുന്ന വണ്ടിയാണ്. നമ്മളിത് എന്ത് ചെയ്യാ, കസ്റ്റമർക്ക് ഗിവ് അവേ ഒന്നും കൊടുക്കണില്ലല്ലോ. കസ്റ്റമർക്ക് ഒരു ടോപ്പ് ഓഫർ ആണ് കൊടുക്കുക. എന്താ ഓഫർ? അല്ല, അതിന്റെ മുന്നേ ഇതിന്റെ ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. 2019 ഡീസൽ ഓട്ടോമാറ്റിക് VDI ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ഒറിജിനൽ കേരള. ഓപ്പൺ ആണല്ലോ, ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. 1,17,000 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി നിന്നാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. വണ്ടിക്ക് എഞ്ചിൻ മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ്. ഒരു വർക്കും ബാലൻസ് ഇല്ല. ടയർ 4 ഒക്കെയാണ്. ഇൻഷുറൻസ് 2 മാസം കൂടി മാക്സിമം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 1 മാസം കൊണ്ട് തീരാൻ സാധ്യതയുണ്ട്. വിത്തൗട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷനിലുള്ള റേറ്റ് ആണ് പറയുന്നത്. ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾ എടുക്കുക. 7,000 രൂപയ്ക്ക് കൊടുത്താൽ 7,00,000 രൂപയ്ക്ക് എടുക്കുന്ന ആൾക്ക് ഗീവ് അവേ. എടുക്കുന്ന ആൾക്ക് ഗീവ് 7,00,000 രൂപയ്ക്ക് 2019 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് തരാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്രാൻഡ് വിത്താര. ഏതാ മോഡൽ? കമ്പക്കാര വണ്ടി കേട്ടോ. കമ്പക്കാര വണ്ടിയാണ്. പനോറമിക് സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ടോട്ടൽ. അതായത് ആൽഫ പ്ലസിൽ വരുന്നുണ്ട്, അതും സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്നുണ്ട്. ഈ ഒരു വണ്ടി നമുക്ക് പിന്നെ ഈ വണ്ടി നമുക്ക് നല്ല ടോപ്പ് റേറ്റിലാണ് കൊടുത്തത്. ഇതിന് ഒരു ഓപ്ഷൻ ഇല്ലാത്തതില്ല കേട്ടോ. സീറ്റ് വെന്റിലേഷൻ വരെ വരുന്ന വണ്ടിയാണ്. വണ്ടിക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, പനോറമിക് റൂഫ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. എല്ലാ ഓപ്ഷൻ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ അതും അത്യാവശ്യം. ഗ്രാൻഡ് വിത്താരയിൽ നിങ്ങൾ ഫുൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? റേഞ്ച് റോവറിന്റെ കുട്ടി റേഞ്ച് റോവറാണ്. കുട്ടി റേഞ്ച് റോവറാണ്. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്ര റേറ്റ് ഇട്ടത് അത് പറയണോ? പറയണ്ടല്ലേ? കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് മൂപ്പര് എന്നോട് വന്നേക്കനെ പറഞ്ഞത് 3 കാറ് ഇതിന്റെ തടിമ പിടിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അല്ല, അത് എന്താ ചില സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. കച്ചവടത്തിൽ ലാഭം മാത്രമല്ലല്ലോ. കച്ചവടത്തിൽ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ട ഫണ്ടിന്റെ പെട്ടെന്ന് ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് മൂപ്പര് ഈ ഒരു 3 വണ്ടിക്ക് ഇത്രക്കും നല്ലൊരു ഓഫർ ഇട്ടിട്ട് പെട്ടെന്ന് കച്ചവടം നടത്താന്നുള്ളൂ. 2023 സിംഗിൾ ഓണർ ഒറിജിനൽ കേരള. ഒരു റീപ്ലേസ്മെന്റ് കാര്യമില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഒരു ഞെട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, പുറത്തുനിന്ന് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 18,000 കസ്റ്റമർക്കാണ് കൊടുക്കുന്നത്. ഇന്ന് 24,00,000 രൂപ മാർക്കറ്റ് വില ഉള്ള വണ്ടി. ഇന്ന് 24,00,000 രൂപ മാർക്കറ്റ് വില ഉള്ള വണ്ടി 18,500,000 രൂപയ്ക്കാണ് നാസർക്കാർ തരാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? 5 വർഷത്തെ എക്സ്ട്രാ വാറന്റിയില് 3 വർഷം ബാക്കിയുണ്ട് ടോട്ടൽ വണ്ടി. ഈ കമ്പനി വാറന്റി, മാരുതിന്റെ വാറന്റി, കമ്പനി വാറന്റി 3 വർഷം വാറന്റി ബാക്കി നിൽക്കുകയാണ്.
ഏകദേശം 24 ലക്ഷം രൂപ 24 ലക്ഷം രൂപ. ഇനി വേറെ ബാറ്ററിക്ക് 8 വർഷത്തെ വാറന്റി ഉണ്ട്. അതും എന്ത് ചെയ്തിട്ടുള്ളൂ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവാണ്. മൈലേജ് 25 കിലോമീറ്റർ ആട്ടോ. ഓക്കെ, പിന്നെ എല്ലാ വീഡിയോയിലും തുടക്കം മുതലേ പറയുന്ന ഒരു സംഗതി, ലോൺ എന്നുള്ള ഒരു പ്രസക്തി ഇവിടെ ഇല്ല. റെഡി ക്യാഷ് ഉണ്ടോ നിങ്ങൾക്ക് വണ്ടി ഇവിടെ എടുക്കാം. അതാണ് നാസർ ഖാന്റെ ചോയ്സ്. നാസർ ഖാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ചെയ്തോടത്തോളം അങ്ങനെയാണ്. കാരണം ലോണിന്റെ ഒരു നമ്പറോ കാര്യങ്ങളോ ഒന്നും ആരും കമന്റ് പോലും ഇടാൻ നിൽക്കണ്ട. റെഡി ക്യാഷ് ഉണ്ടോ നിങ്ങൾക്ക് വണ്ടി ഇവിടെ എടുത്ത് പോവാ. അതാണ് ഇവിടെ നല്ലൊരു ഓഫറിൽ കൊടുക്കാൻ പോകുന്നത്. ഇനി ഓൾമോസ്റ്റ് എല്ലാരും ചോദിച്ച് നടക്കുന്ന ഒരു സാധനം ക്രിസ്റ്റ. അതിന് മുമ്പ് തന്നെ നാസർ നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്. ഇത് വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. കൊണ്ടോട്ടിയിൽ നിന്ന് അരീക്കോട്ട് റോഡിൽ കീശ്ശേരിയാണ് നമ്മുടെ നിയറസ്റ്റ് ടൗൺ വരുന്നത്. അവിടെ 2 കിലോമീറ്റർ ഉള്ളോട്ട് മൊറൈ റോഡിന് സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മോട്ടോറിസ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് ആർക്കും നമ്മളെ ലൊക്കേഷൻ കിട്ടും. കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്ത് കറക്റ്റ് ഒരു 12 കിലോമീറ്റർ. ഓക്കെ, ഞാൻ പിന്നെ എല്ലാ വീഡിയോയിലും ഓൾമോസ്റ്റ് ഞാൻ പറയുന്നതാണ്, വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. കാരണം നാസർ ഖാൻ ഞാനിപ്പം ഇപ്പൊ എന്റെ ചാനലിലാണ് നോക്കിക്കഴിഞ്ഞാൽ നാസർ ഖാൻ നോക്കിയാൽ മതി, ഒരു മാസം ചിലപ്പോൾ ഒരു 5 വീഡിയോ, ഒരു 4 വീഡിയോ. എനിക്ക് ഡെയിലി വീഡിയോ ഒന്നും വേണമെന്നില്ല. എനിക്ക് അത്രക്കും ട്രസ്റ്റ് ആയുള്ള ആൾക്കാരെടുത്താണ് ഞാൻ പോയി ചെയ്യുന്നത്. ഏറ്റവും വില കുറഞ്ഞുള്ള സാധനമാണ് ഞാൻ കണ്ണൂർ ഓട്ടോബോർഡ് ചെയ്യുന്നത്. അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട് വണ്ടി നോക്കിയിട്ട് എടുക്കണം. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ റെഡി ക്യാഷ് മാത്രമേ ഉള്ളത്. കാരണം ജെന്യുവൻ ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ് എനിക്ക് നാസർ ഖാൻ. അതാണ് ഞാൻ പറയാത്തത്. നമുക്ക് നേരെ ക്രിസ്റ്റ വരുന്നത്. ക്രിസ്റ്റ വരുന്നത് 2016 മോഡൽ. 2016 ലാസ്റ്റ് ആണ്, നവംബർ മാനുഫാക്ചറിംഗ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ സെഡ് ഓട്ടോമാറ്റിക് 2016 സെഡ് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് ആയിരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പർ ആയ വണ്ടി. കിലോമീറ്റർ 1,07,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി. റീപ്ലേസ്മെന്റ് ബാക്കിൽ ഡിക്കി റീപ്ലേസ് ആയിട്ടുണ്ട്. പ്രശ്നം അതും കമ്പനിയിൽ തന്നെയാണ് മാറിയിട്ടുള്ളത്. 4 ടയർ യക്കോമാന്റെ പുതിയ ടയർ. 4 ടയർ ഇൻഷുറൻസ് വാലിഡ് ആണ്. ഇത് നമുക്ക് 16 രൂപ കൊടുക്കാം. 16,50,000 രൂപ വിത്ത് എൻഒസി. അവരുടെ പേരിലേക്ക് മാറ്റാൻ ആകെ 1,200 രൂപ ചെലവ്. ഓക്കെ, നമ്പർ ആക്കിയിട്ട് 16 ലക്ഷം രൂപ. നമ്പർ ആയ വണ്ടിയാണ്, കേരളത്തിൽ നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വൈറ്റ് കളറ്. ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ട് ടൂറിംഗ് സ്പോട്ട്. സെഡിനേക്കാളും കുറച്ച് മേലെ വരുന്ന ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2018 സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പൊ രജിസ്റ്റർ ആയിട്ടില്ല, HR രജിസ്ട്രേഷൻ ആണ്. HR 26 വണ്ടി. നമ്പർ ആക്കിയിട്ടാണോ വണ്ടി ഒന്നും ചെയ്തില്ല, വന്ന കണ്ടീഷനിൽ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 93,000 കിലോമീറ്റർ, 96,000 കിലോമീറ്റർ ജനുവൻ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, സിംഗിൾ ഓണർ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 18 ലക്ഷം രൂപയ്ക്ക് എൻഒസിയിൽ കൊടുക്കാം. 18 ലക്ഷം രൂപ എൻഒസിയിൽ വിത്ത് എൻഒസിയിൽ 18 ലക്ഷം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ചെറിയ ടച്ച് പോകണം. ഇവിടെ അങ്ങനെ ചെറിയ ടച്ച് ചെയ്യാണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഇതിപ്പോ വന്ന കണ്ടീഷനിലെ വണ്ടിയുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ക്രിസ്റ്റ മോഡൽ വരുന്നത് ഇത് വരുന്ന 2017 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന മാനുവൽ. 2017 വി മാനുവൽ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ വന്നിട്ട് 96,000 തന്നെയാണ് ഈ വണ്ടി ഓടിയിട്ട്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിന് ഒരു റീപ്ലേസ്മെന്റ് പറഞ്ഞാൽ ബോണറ്റ് റീപ്ലേസ് ആയിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചാൽ എന്തോ സാധനം വീണിട്ട് മാറി, വേറെ ഒന്നും മാറിയിട്ടില്ല. പട്ടി ഒന്നും മാറിയിട്ടില്ല. ഫ്രണ്ട് ഒരു പിന്നെ ന്യൂ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഫുൾ കമ്പനിയിൽ തന്നെ സാധനം വാങ്ങിയിട്ട് അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധനം വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് ചെയ്തത്. ഫ്രണ്ടേജ് ന്യൂ ഷേപ്പിലേക്ക് മാറ്റി. എങ്ങനെ ലാസ്റ്റ് ഫൈനൽ പൈസ? ഇത് നമുക്കൊരു 13,000 ഇൻഷാല്ലാ 13,000 കൊടുക്കാം. 2017 പറഞ്ഞത്. 2017 വി 13,000 ലാസ്റ്റ് ഫൈനലാക്കി കൊടുക്കാം. ആകെ 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ 1 ലാഖിന്റെ വി ഓപ്ഷൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എൻക്വയറിയിൽ നല്ല വിലയുണ്ട്. നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ 2 ഫോർച്യൂണർ 2018 4x4. ഞാനിവിടെ വണ്ടി നിർത്തിയെടുക്കാൻ ഫസ്റ്റ് ചോദിച്ചത് ഈ ഒരു ഫോർച്യൂണർ ആണ്. 2018 73 അല്ലേ? 73 4x4 അല്ലേ? 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4x4 സിംഗിൾ ഓണർ, നോ റീപ്ലേസ്മെന്റ് വണ്ടി. ഒരു വണ്ടിയാണ് ഫോർച്യൂണർ. 6 ലക്ഷം രൂപന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറി വണ്ടിയാണ്. ടയറൊക്കെ ഒരു ആന മുതൽ തന്നെ. പക്ഷെ സോൾഡ് ഔട്ട് ആയി, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത ഫോർച്യൂണർ നോക്കാം. ഇത് സെറ്റാ. ഇത് മോഡൽ വരുന്നത്. ഇത് 2017 മോഡൽ. 2017 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇതിപ്പോ നമ്മൾ NOC-യിലാണ് സെയിൽ നടക്കുന്നത്. ഇത് 1,20,000
കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. കാര്യങ്ങളൊക്കെ പക്കാ. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. റീപ്ലേസ് ചെയ്തത് വേറെ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ക്ലീൻ ഇന്ത്യയിൽ അല്ലേ? ഇന്റീരിയർ മെക്കാനിക് എഞ്ചിൻ മെക്കാനിക് ഒക്കെ പക്ക ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. എങ്ങനെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? നമുക്ക് 20,80 ഇൻഷാല്ലാ. 20,80,000 നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. ഫോർച്യൂണർ കഴിഞ്ഞാൽ നേരെ BM-ലേക്ക് കിട്ടാലോ. BM ഏതാ മോഡൽ വരുന്നത്? BM വരുന്നത് 2015 മോഡൽ സെറ്റ് വണ്ടി കേട്ടോ. 76,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, നോ റീപ്ലേസ്മെന്റ്. ഏത് ഓപ്ഷൻ വരുന്നത്? അത് 520D. 520D സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ്. 2017 അല്ലേ? 2017. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 76,000 സെറ്റ് വണ്ടി. ഒന്നും നോക്കാല്ല. അതായത് പ്രീമിയം ക്ലാസ്സിൽ BMW 5 സീരീസ് നോക്കുന്നവർക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്. അത്രക്കും ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ 5 സീരീസ് നോക്കുകയാണെങ്കിൽ എന്തായാലും കൂടി നാസർ ഖാൻ അടുത്തേക്ക് വന്നാൽ മതി. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഗ്ലാസ്സിന് ചെറിയൊരു കല്ലടച്ച അടയാളുണ്ട്. അതേ അവസ്ഥയാണ്. ഗ്ലാസ് എന്തായാലും മാറും. ഈ കല്ലടിച്ചിട്ടുള്ള മെയിൻ ആയിട്ട് മാറും. ഓക്കെ, ലാസ്റ്റ് ഫൈൻ എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 15 റുപ്യ കൊടുക്കാം. 15,00,000 രൂപയ്ക്ക് ചെറിയ എന്തെങ്കിലും മാറ്റം വെച്ച് കൊടുക്കാം. ഓക്കെ, ചെറിയ രീതിയിൽ നമ്മൾ മാറ്റം കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബെൻസിന്റെ ഈ ക്ലാസ്. ബെൻസിന്റെ ഈ ക്ലാസ് ഇതും 2015 മോഡല്. പനോറമിക് റൂഫ് ഒക്കെ വരുന്ന പനോറമിക് സൺറൂഫ് അല്ല വരുന്നത്. 2015 മോഡൽ. 15 മോഡൽ. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? ഇത് പിന്നെ 56,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് സംശയമുണ്ട്. ഒരു സെക്കൻഡ് ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2015 അല്ലേ പറഞ്ഞത്? 2015 ബെൻസ് ഈ ക്ലാസ് ആണ് വരുന്നത്. 52,000 കൊടുക്കാം. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഇസ്റ്ററിന്റെ വിഷയം എന്താ പറയുക, ഈ പ്രീമിയം സെഗ്മെന്റ് വണ്ടികളൊക്കെ 19 ശേഷം അവിടെ കുറവാണ് വണ്ടി കയറിയത്. കാരണം കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടിയ വണ്ടികൾ ഇസ്റ്ററി എടുത്തോളം ഒരു 19-20 വരെയുള്ള ഹിസ്റ്ററികളേ ഉള്ളൂ. ഇതിന് 3 അങ്ങനെ ഉള്ളൂ. ഞാൻ കുറെ വണ്ടികൾ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഉള്ളൂ. കാരണം എന്താ സംഭവിച്ചു വെച്ചാൽ 22-ലാണ് കൊറോണ തീർന്നത്. പിന്നെ അതിന്റെ ശേഷം ഓണേഴ്സ് പിന്നെ കമ്പനി കയറിയിട്ടില്ല. അത്രക്കും സാമ്പത്തികം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതൊക്കെ വിത്ത് NOC-ലല്ലേ കൊടുക്കുന്നത്? എങ്ങനെ റേറ്റ് വരുന്നത്? ഈ വാഹനം നമുക്ക് ഇതൊക്കെ ഒരു ബെസ്റ്റ് പ്രൈസ് തന്നെ കൊടുക്കാം. നമുക്കൊരു 13,000 റുപ്യ കൊടുക്കാം. 13,00,000 രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ സോറി, ഞാനത് തൊള്ളേന്റെ ഇടയിൽ ഇങ്ങനെ വരുന്നോ ലോൺ എന്നുള്ള നാസർ ഖാൻ അടുത്ത് ആ ലോണ് മാത്രം ചോദിക്കരുത്. ഓക്കെ, 13,00,000 രൂപയ്ക്ക് അല്ലേ? 13.5. ഓക്കെ, ഞാൻ അതേപോലെ നെക്സ്റ്റ് ബെൻസിന്റെ സി ക്ലാസ് കിഡ്ലം വണ്ടി. ഏതാ മോഡല്? ഇത് 2015 തന്നെയാണ്. 2015 സി ക്ലാസ് സിംഗിൾ ഓണർഷിപ്പ്. ഇതിന് മെയിൻ ഗ്ലാസ് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ച് മെയിൻ ഗ്ലാസ്. ഉള്ളിൽ വെള്ളം കയറുന്നില്ല. ഒറിജിനൽ തന്നെ നിലനിർത്തിയാണ്. മാറ്റണോല് മാറ്റിക്കോട്ടെ. ഇൻഷുറൻസിൽ 0 ക്ലെയിമിൽ മാറും. 0 ക്ലെയിമിൽ ഇൻഷുറൻസിൽ മാറും. ഓക്കെ, പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. പ്രത്യേക കമ്പക്കാരുള്ള വണ്ടിയാണ് സി ക്ലാസ്. അതേപോലെ തന്നെ ഈ ക്ലാസ് ഒക്കെ നല്ല സീരീസും അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള വണ്ടികളാണ്. ഇത് ഏതാ മോഡൽ പറഞ്ഞത്? ഇത് 2015 മോഡലാണ്. വണ്ടി സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു പ്രശ്നം സ്കാനിങ്ങൊന്നുമില്ല. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. ഓക്കെ, എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട്? ഇത് 56,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയ വേറെ ഒന്നും പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ കിട്ടുമെന്ന് വിചാരിച്ചാ പിന്നെ ചോദിക്കുന്നത് വെറുതെ കേട്ടോ. ഓക്കെ, റേറ്റ് ഏതായിരുന്നത്? റേറ്റ് നമുക്ക് ഇതും അതേപോലെ തന്നെ 15,000 നമുക്ക് ക്ലോസ്. 15,00,000 രൂപയ്ക്ക്. 15,50,000. ഈ 15,000 എന്ന് പറയുമ്പോൾ നമ്മള് 15 പറഞ്ഞു വെച്ചാൽ കമന്റ് വരും. അല്ലെ തിരിച്ചു ചോദിക്കും. ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഒന്ന് സംസാരിക്കുമ്പോണ്ടാവും. കുറഞ്ഞ വണ്ടികളുള്ളൂ. ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ് നാസർ ഖാൻ. അത് ഒരു മാസം കൂടുമ്പോൾ എന്തായാലും മുമ്പ് നാസർ ഖാൻ വിളിക്കും. അപ്ഡേഷൻ അങ്ങനെ പുതിയത് വരും, വിളിക്കും. എങ്ങനെയുണ്ട് റെസ്പോണ്ട് ആകണ്ട നമ്മുടെ വീഡിയോ? മാഷാഅല്ലാഹ് ഉഷാറാണ്. കാരണം നമ്മള് എന്താ വെച്ചാല് ആളുകൾ നിങ്ങളെ സംസാരം കൊണ്ടാണോ എന്ന് അറിയില്ല, ആളുകൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്കുള്ള വിജയം ഉള്ള പറയാലോ. കാരണം നമ്മള് കൊണ്ടുപോയ ആളുകൾ കെയർ ഓഫ് ഇഷ്ടംപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി വീഡിയോ ചെയ്യാനിപ്പോ ഞാൻ ഈ മാസം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ട് വണ്ടി ഇല്ല എന്നിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. വണ്ടികള് എന്നാലും വിളിക്കൂട്ടോ. ഒരു മാസം അവസാനം ആകുമ്പോഴത്തേന് മുമ്പ് അങ്ങനെ ആരും വിളിക്കും, എങ്ങനെ വണ്ടി സെറ്റാക്കിട്ട് വിളിക്കും. അപ്പൊ എന്തായാലും നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മള് സെക്കൻഡ് സൗത്ത് കീശ്ശേരിയാണ് ലൊക്കേഷൻ. മലപ്പുറം ജില്ലയിലെ കീശ്ശേരി, കൊണ്ടോട്ടി അരിക്കോടിന്റെ ഇടയിൽ എയർപോർട്ടിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ്. നമുക്കൊരു മോട്ടോറിസം ടൈപ്പ് ചെയ്ത കറക്റ്റ് ലൊക്കേഷൻ കിട്ടുമല്ലേ? അപ്പൊ എന്തായാലും നാസർ ഖാന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. വേഗം വിളിച്ചു. നല്ല ക്വാളിറ്റി വണ്ടി നിങ്ങൾക്ക് എന്തായാലും. ചെറിയൊരു കാര്യം കൂടി പറയാം. നമ്മള് കൊടുക്കുന്ന കുറച്ച് ഗ്യാരണ്ടികളുണ്ട്.
ഇപ്പൊ നമ്മള് NOC സെയിൽസിന് കുറെ ആൾക്ക് ഭയമുള്ള ഒരു സംഭവമാണ്. NOC കിട്ടാഞ്ഞാൽ എന്താവുന്നുള്ളത്. NOC നമ്മുടെ അടുത്ത് നിന്ന് കിട്ടാതെ ഒരു വണ്ടി എടുത്തിട്ട് കിട്ടാഞ്ഞാൽ നമ്മൾ റീഫണ്ട് വാറന്റിയാണ് കൊടുക്കുന്നത്. ഒരു വണ്ടി തിരിച്ചു തരാതെ ഫണ്ട് തിരിച്ചു കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് പേപ്പറിന്റെ കാര്യത്തിൽ പേടിച്ചിട്ട് എടുക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. പിന്നെ 1 month നമ്മൾ ചെക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ ഓൺ വണ്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില വണ്ടികൾക്ക് നമ്മൾ ചെറിയ അപാകതകൾ കണ്ടതുണ്ടോ അത് അവരുടെ കസ്റ്റമറോട് പറഞ്ഞിട്ട് ആ കേസ് നമ്മൾ എന്ത് ചെയ്യില്ല, ഗ്യാരണ്ടി കൊടുക്കൂല. അത് നമ്മളെ വണ്ടികൾക്കല്ല, അധികം പാർക്കിംഗ് സെയിൽ വരുന്ന വണ്ടികൾക്കാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് നമ്മൾ കണ്ടത് എന്ത് ചെയ്യും, കസ്റ്റമറോട് നേരിട്ട് പറയാം. അങ്ങനെ പാർക്കിംഗ് സെയിൽ എടുക്കില്ലല്ലോ. പാർക്കിംഗ് സെയിൽ ഉണ്ട്, 1-2 വണ്ടികൾ ഇവിടെ ഉണ്ട്. ഈ വണ്ടി നമുക്ക് പാർക്കിംഗ് സെയിലാണ്. അതേപോലെ വി പാർക്കിംഗ് സെയിലാണ്. ആ 2 വണ്ടികൾ ഇപ്പോൾ പാർക്കിംഗ് സെയിൽ. കാരണം ഒരുപാട് വണ്ടികളൊന്നും പാർക്കിംഗ് സെയിൽ ഇല്ല. അപ്പൊ എന്തായാലും നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചോടി മിസ്സാക്കാൻ.